നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നലെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരുടെയും മനസ്സിലുള്ള കുറെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണിത്. എല്ലാവരും പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും കൂടെ കേൾക്കാനാണ് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് എത്രയാണ്, എത്ര പേര് റാങ്ക് ലിസ്റ്റിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ തിരക്കുന്ന ഒരു കാര്യം. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ, അതായത് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയിട്ടുള്ള കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ ആയിരുന്നു 653/2021. അത് KSRTC കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് ആ ഒരു കാറ്റഗറിയും, പിന്നെ 2022 026/2022. അപ്പൊ രണ്ടായിട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നത്. ഈ പ്രാവശ്യം അത് ഒന്നിച്ചു വന്നു. കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിട്ടാണ് വന്നത്. അപ്പൊ ഇത് രണ്ടുമായിരുന്നു നോട്ടിഫിക്കേഷൻ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യത്തെ ഒരു കാര്യം പറയാം. 653/2021 വന്നതിന്റെ മെയിൻസിന്റെ കട്ട് ഓഫ് ഏകദേശം 53 മാർക്കായിരുന്നു. 53.67 മാർക്കായിരുന്നു മെയിൻസിന്റെ കട്ട് ഓഫ്. ഏകദേശം 1753ഓളം പേര് ലിസ്റ്റിനകത്ത് ഉൾപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നേരെ മറിച്ച് ഈ 26/2022 പ്രിലിംസിന്റെ കട്ട് ഓഫ് നോക്കുമ്പോൾ തീരെ കുറവായിരുന്നു. 39 മാർക്കായിരുന്നു കട്ട് ഓഫ്. 39.007 ആയിരുന്നു കട്ട് ഓഫ്. മെയിൻസ് വന്നപ്പോൾ അത് 43.33 ആയിരുന്നു ഇതിന്റെ കട്ട് ഓഫ്. ഏകദേശം 3763ഓളം പേര് ലിസ്റ്റിനകത്ത് ഉൾപ്പെടുകയും ചെയ്തു. 2024 കഴിഞ്ഞ വർഷമാണ് ലിസ്റ്റ് വന്നത്. അപ്പൊ ഇനി അതായത് ഇപ്പൊ വിളിച്ചിട്ടുള്ള കമ്പനി ബോർഡ് അസിസ്റ്റന്റിൽ ലിസ്റ്റ് വരേണ്ടത് 2027 അതായത് 2026 പ്രിലിംസും മെയിൻസും നടന്ന് 2027 ഉറപ്പായിട്ടും റാങ്ക് ലിസ്റ്റ് വരണം. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ ഒരു കട്ട് ഓഫ് ഉണ്ടല്ലോ 39, 43, 53, ഈ കട്ട് ഓഫ് കണ്ടിട്ട് കട്ട് ഓഫ് കുറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം ഇപ്പൊ നടന്നിട്ടുള്ള എല്ലാ ഡിഗ്രി ലെവൽ എക്സാംസിന്റെയും കട്ട് ഓഫ് നിങ്ങൾ ഓൾറെഡി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും സെക്രട്ടറി അസിസ്റ്റന്റ് വന്നിട്ടില്ല, ഉടനെ വരും. അപ്പൊ അതൊക്കെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു 45 എബോവ് ആണ്. മിക്കതും ഇപ്പൊ 50 മാർക്ക് 50 റേഞ്ചിലോട്ട് മാറിയിട്ടുണ്ട്. കാരണം കോമ്പറ്റീഷൻ കൂടുതലാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരാണ്. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ കൂടുതലാണ്, കട്ട് ഓഫ് കൂടും. പിന്നെ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിനനുസരിച്ചിട്ടായിരിക്കും കട്ട് ഓഫ് വരുന്നത്. അതുകൊണ്ട് ഈ ഒരു കട്ട് ഓഫ് 39, 43 പ്രതീക്ഷിച്ച് നമ്മൾ പഠിക്കേണ്ട. അപ്പൊ ഇന്നോട്ട് തന്നെ പഠിച്ചു തുടങ്ങുക. സിലബസിനകത്ത് വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ആദ്യം നമ്മൾ പ്രിലിംസ് ക്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രിലിംസിന്റെ സിലബസ് നല്ല തറവായിട്ട് പഠിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം ഇപ്പോഴും ആവർത്തിക്കുന്നു. ഇനി നിങ്ങൾക്ക് സമയം മുന്നിലോട്ട് ഒരുപാടുണ്ടെന്നും പറഞ്ഞ് നോക്കിയിരിക്കേണ്ട. എന്താ ചെയ്യേണ്ടത്? പ്രിലിംസ് എടുക്കുക. പ്രിലിംസിന്റെ സിലബസിനകത്ത് ഓരോ ടോപ്പിക്കും എത്ര പാടാണെന്ന് പറയുന്ന ടോപ്പിക്സ് ആണെങ്കിലും ഹിസ്റ്ററി ഒക്കെ ഒരുപാട് പേര് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ 21 മുതൽ നടന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും, ഡിഗ്രി ലെവൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് ഓരോ ക്വസ്റ്റ്യൻസും കൃത്യമായിട്ട് എടുത്തു വെക്കുക. ഏരിയ മനസ്സിലാക്കി പഠിക്കുക. റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കുക. ഒരെണ്ണവും അവോയ്ഡ് ചെയ്ത് വിടരുത്. GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും മലയാളത്തിനെല്ലാം ഒരുപോലെ മുൻതൂക്കം കൊടുത്ത് പഠിച്ച് എങ്ങനെയെങ്കിലും പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ നോക്കുക. മെയിൻസിന്റെ സിലബസ് ചിലപ്പം സ്പെഷ്യൽ ടോപ്പിക്കോട് കൂടിയിട്ട് വരാൻ സാധ്യത തള്ളിക്കളയണ്ട. ചിലപ്പം സ്പെഷ്യൽ ടോപ്പിക്കോട് കൂടിയിട്ടായിരിക്കും, ചിലപ്പോൾ അല്ലാതെ ആവാനും മതി. അപ്പം നമ്മൾ മെയിൻസിലേക്ക് നോക്കണ്ട. മെയിൻസ് വരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം GK ടോപ്പിക്സ് അതുപോലെ തന്നെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രിലിംസിന് പഠിക്കുന്ന GK ടോപ്പിക്സ് നമുക്ക് എന്താണ് ഒരു അസറ്റ് ആയിട്ട് അവിടെ കിടക്കും. സോ ഇന്ന് തൊട്ട് തന്നെ നിങ്ങൾ പ്രിലിംസിന് പഠിച്ചു തുടങ്ങുക. നല്ല വൃത്തിയായിട്ട് പഠിക്കുക. എവിടുന്നൊക്കെ നല്ല സോഴ്സസ് കിട്ടുന്നുണ്ടോ അവിടുന്ന് എല്ലാം സോഴ്സസ് നിങ്ങൾ എടുത്ത് ഡൗൺലോഡ് ചെയ്തിടുവോ, നോട്ട് പ്രിപ്പയർ ചെയ്യുവോ ഒക്കെ ചെയ്യുക. ഇപ്പൊ നമ്മളൊരു കേരള ഹിസ്റ്ററിയുടെ 15 ദിവസത്തെ ക്രാഷ് കോഴ്സ് പോലെ ഒരു ടൈം ടേബിൾ തന്നിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് അങ്ങ് പഠിച്ചു പോകാം കേട്ടോ. 15 ദിവസം എന്ന് പറയുമ്പോൾ ഇന്ന് 3 ദിവസമായി. അപ്പം ഈ കൂട്ടത്തിൽ അങ്ങ് പഠിച്ചു പോകുമ്പോൾ നമുക്ക് അത്രയും പോർഷൻസ് അങ്ങ് കവർ ആയി പോവുകയാണ്. സോ സ്റ്റാൻഡേർഡ് ബുക്സ് തന്നെ റെഫർ ചെയ്ത് പഠിക്കുക. സ്റ്റാൻഡേർഡ് ബുക്സ് ഇനി ഞാൻ പറയേണ്ട കാര്യമില്ല. UPSC-കാർ ഫോളോ ചെയ്യുന്ന മിക്ക ബുക്സും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അതിൽ നിന്നൊക്കെ ഇപ്പൊ ഡയറക്റ്റ് ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ട് അതും കൂടെ ഫോളോ ചെയ്യുക. ജോഗ്രഫി ഒക്കെ +1 ടെക്സ്റ്റ് ബുക്ക് വൃത്തിയായിട്ട് പഠിക്കുക. ഇപ്പൊ ഇഷ്ടം പോലെ സമയം നിങ്ങളുടെ മുമ്പിലുണ്ട്. കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഒരുപാട് പോസ്റ്റിംഗ് വരുന്ന ഒരുപാട് എക്സാംസ്, SBCID ആയിക്കോട്ടെ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഉടനെ വിളിക്കാൻ പോകുന്നുണ്ട്. ഇതിന്റെ 1000ഓളം വേക്കൻസീസ് ആണ് കിടക്കുന്നത്. സോ വലിയൊരു കടല് പോലെയാണ് ഇനി വേക്കൻസി വരാൻ പോകുന്ന അടുത്ത വർഷം. വൃത്തിയായിട്ട് പഠിച്ചാൽ അടുത്ത പ്രാവശ്യം ജോലി ഉറപ്പാക്കാം. എല്ലാ വർഷവും പറയുന്ന പോലെയല്ല, ഒരുപാട് വേക്കൻസിയാണ്. സോ കൃത്യമായിട്ട് പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ ചോദിക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.